ചർച്ചയിലേക്കാണ് ഇവിടെ ഇപ്പൊ പോകുന്നത്. ആമസോൺ പുത്രിയല്ല ഇഗാസു എന്ന് വാചിപ്പിച്ച് ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം എഴുതിയ സഞ്ചാര നോവൽ. അപ്പോ അതിന്റെ ആ സഞ്ചാര നോവൽ എഴുതിയ എഴുത്തുകാരിയിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണിത്. ഒരുപാട് വായിക്കപ്പെടേണ്ടത്, ഒരുപാട് ആൾക്കാരിലേക്ക് എത്തേണ്ട ഒരു പുസ്തകം. മലയാളത്തിൽ നിന്നുള്ള ഒരു യാത്രാ വിവരണ പുസ്തകമാണിത്. മാമിന്റെ 9ാമത്തെ പുസ്തകമാണിത്. അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതട്ടെ. അപ്പൊ മാമിലേക്ക് തന്നെ നമുക്ക് പോകാം, മാമിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. സാർ പറഞ്ഞു നിർത്തിയ വാക്കിൽ നിന്നും തന്നെ ഞാൻ തുടങ്ങാം. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. ലാറ്റിൻ അമേരിക്കൻ യാത്ര പോകുവാനായി ഞാൻ പദ്ധതി ഇടുമ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നുള്ള യാതൊരു ആലോചനയും ഇല്ലായിരുന്നു. ബട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ. ആ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരു തെന്നൽ എന്നെ വന്ന് തലോടി. തീർച്ചയായും ഞാൻ ആലങ്കാരികമായ ഒരു എഴുത്തുകാരി പറയുന്നതായി നിങ്ങൾ കണക്കാക്കരുത്, ഇത് സത്യമാണ്. വല്ലാത്തൊരു രോമാഞ്ചം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ശരീരമാകെ തോന്നി. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും എനിക്ക് കിട്ടിയ മെസ്സേജ്, തീർച്ചയായും നീ ഇത് എഴുതണം, ഈ കാഴ്ചകൾ തീർച്ചയായും നീ എഴുതണം. കാരണം ഇത്രയും അധികം പണം മുടക്കി എല്ലാവർക്കും ലാറ്റിൻ അമേരിക്ക സന്ദർശിക്കാനായി സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിന്റെ അറിവും കഴിവും ദൈവം തന്നതാണ്, നിന്റെ ഭാഷാവരം ദൈവം തന്നതാണ്. അതനുസരിച്ച് നീ എഴുതണമെന്ന് ഓരോ ദിവസവും എൻ്റെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ബ്രസീലിലെ അതിമനോഹരമായ കാഴ്ചകൾ. ആമസോൺ മഴക്കാടുകൾക്ക് ശേഷം ഞങ്ങൾ ബ്രസീൽ, അർജന്റീന 2 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ഇഗ്വാസു വെള്ളച്ചാട്ടമാണ് കാണാൻ പോയത്. അതുവരെ ഞാൻ ധരിച്ചിരുന്നത് നയാഗ്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നാണ്. പക്ഷേ അന്നാണ് എനിക്കൊരു പുതിയ അറിവ് കിട്ടിയത്. പിന്നീട് ഞാൻ റെഫർ ചെയ്തപ്പോൾ, ഈ പുസ്തകം എഴുതാൻ വേണ്ടി റെഫർ ചെയ്തപ്പോൾ, നമ്മുടെ പ്രശസ്തനായ റൂസ്വെൽറ്റ് ഇഗ്വാസു കണ്ടിട്ട് പറഞ്ഞത് മൈ പുവർ നയാഗ്ര എന്നാണ്. കാരണം നയാഗ്രയുടെ 3 ഇരട്ടി വലുപ്പമുള്ള ഇഗ്വാസു വെള്ളച്ചാട്ടം ബ്രസീൽ, അർജന്റീന 2 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്നു. അത് മുഴുവൻ 252 വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് വീഴുന്ന ആ അതിമനോഹരമായ കാഴ്ചയുടെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കുന്നതിനായി ഞങ്ങൾ ഹെലികോപ്റ്റർ യാത്ര നടത്തി. അതും എക്സ്ട്രാ പണം ചെലവാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അതായിരുന്നു ഏറ്റവും വലിയൊരു അറിവ് നമ്മൾക്ക് തോന്നിയത്. കാരണം താഴേക്ക് നോക്കുമ്പോൾ അതിവിസ്തൃതമായി അതിമനോഹരമായി ഒഴുകുന്ന ഇഗ്വാസു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ തെളിഞ്ഞു കാണുകയാണ് മഴവില്ല്. തീർച്ചയായും ആ വെള്ളച്ചാട്ടത്തിൽ തെളിഞ്ഞു വന്ന മഴവില്ലില് ഞാൻ എന്നെ എഴുത്തുകാരിയാക്കിയ എൻ്റെ ഭർത്താവിൻ്റെ മുഖം കാണുകയുണ്ടായി. എന്നെ അനുദിനം നയിക്കുന്ന, എൻ്റെ പേന ചലിപ്പിക്കാനായി എന്നെ പ്രാപ്തിയാക്കിയ എൻ്റെ ക്രൈസ്റ്റ് ദ റെഡീമറിന്റെ മുഖം ഞാൻ കാണുകയുണ്ടായി. തീർച്ചയായും ഇതൊന്നും വെറുതെ പറയുന്നതല്ല എന്ന് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും ഇത് കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തെക്കാൾ എത്രമാത്രം വ്യത്യസ്തമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ ഇത്രയും പണം മുടക്കി പോകാൻ സാധിക്കാത്തവർക്ക് ഞാൻ കണ്ടതും അതിലേറെയും ഈ പുസ്തകത്തിലുണ്ട്. കാരണം കണ്ടതിനോട് ചേർത്ത് വെച്ച്, നിങ്ങൾക്കറിയാം ടൂർ പോകുമ്പോൾ ഈ ടൂർ ഗ്രൂപ്പുകൾ എല്ലാ ഡെസ്റ്റിനേഷൻസും നമ്മളെ കാണിച്ചെന്ന് വരില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം കാണുമ്പോൾ എന്താണ് ആ രാജ്യത്ത് കാണാനുള്ളതെന്ന് അന്വേഷിക്കാൻ വിജ്ഞാന കുതുകികളായ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ അറിവുകൾ കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായി ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് വായിച്ച് സംസാരിക്കുന്നതിനായി സജീവ് എന്റെ വലിയ സുഹൃത്താണ്, എഴുത്തുകാരനാണ്. ഇനി എന്തൊക്കെയാണെന്ന് അദ്ദേഹം സജീവ് ക്ഷണിക്കുന്നു. ഇവിടെ മഹത്തായ ഒരു സാഹിത്യ കൃതിയുടെ ചർച്ചയാണ് നടക്കുന്നത്.
ഈ കഥ അഥവാ നോവൽ രചിച്ച ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം അതിന്റെ സാഹചര്യം വിശദീകരിക്കുകയുണ്ടായി. ഇത് വിശദീകരിച്ചത് എൻ്റെ ഹൃദയത്തിൽ അവരുടെ അക്ഷരം പോലെ വാക്കുകൾ നേർക്കുനേരെ എൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആണ് കൂടുതൽ അറിയാനും അനുഭവിപ്പിക്കുവാനും സാധ്യമാക്കുന്നതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ആദ്യമായി ചുറ്റി സഞ്ചരിച്ചത് പോർട്ടുഗീസ് നാവികനായ ഫെർഡിനാൻഡ് മെഗല്ലനാണ്. ഫെർഡിനാൻഡ് മെഗല്ലൻ പോർട്ടുഗീസുകാരുടെ അതിസാഹസികമായ കടൽ യാത്രകളാണ് യഥാർത്ഥത്തിൽ മാനവ ചരിത്രത്തിനും മാനവ സംസ്കാരത്തിനും പുതിയൊരു തെളിച്ചം നൽകിയത്. ആ തെളിച്ചത്തിലാണ് പിന്നീട് യാത്രികർ ഉണ്ടായത്. ഇതിലെ ഏറെ സവിശേഷത എന്നാൽ ഫെർഡിനാൻഡ് മെഗല്ലൻ ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോൾ മാരിനേഴ്സ് കോമ്പസ് അഥവാ വടക്കുനോക്കി യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വടക്കുനോക്കി യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം യാത്ര നടത്തിയത്. സൂര്യനെ നോക്കി, അതായത് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന ചൊല്ലിനെ സാധൂകരിച്ചുകൊണ്ട് നടത്തിയ യാത്രയുടെ പിന്മുറക്കാരിയായി ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം വരികയാണ് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, ഐമനം എന്ന കോട്ടയം ജില്ലയിലെ ഗ്രാമത്തിൽ. പിന്നീട് എൻ്റെ മനസ്സിലേക്ക് പോകുന്നത് 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ വരികളാണ്. എഴുത്തച്ഛൻ നമുക്കറിയുന്നത് പോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം കിളിപ്പാട്ട് നടത്തിയത് എന്തുകൊണ്ട് കിളിയെ കൊണ്ട് കഥ പറയിച്ചു എന്നുള്ളതിന് ചരിത്രപരമായ രേഖകൾ ഉദ്ധരിച്ചാൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കിളിയെ കൊണ്ട് കഥ പറയിക്കാതെ നേരിട്ട് കഥ എഴുതിക്കൂടായിരുന്നു, കവിത എഴുതിക്കൂടായിരുന്നു? നൽത്തേർ മൊഴി മമ തത്തേ ദിനമനുചിത്തേ സുഖമരുളുക സരസേ നാരായണ ജയ നാരായണ ജയ എന്ന് അദ്ദേഹം എഴുതിയത് അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ജാതിയുടെ പേരിലുള്ള അനാചാരങ്ങൾ നിമിത്തം അക്ഷരം എഴുതുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എഴുത്തച്ഛന്. അതിപ്പോൾ സ്മരിക്കുന്നതിന് കാരണം നേരിട്ട് യാത്രാവിവരണം എഴുതിയാൽ അത് ഒരിക്കലും സാമൂഹികമായ അനീതിയെ എതിർക്കുന്നതിന് പര്യാപ്തമല്ല എന്ന ബോധത്താൽ ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം കഥാപാത്രങ്ങളെ കൊണ്ട് സാമൂഹിക വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഡോക്ടർ പത്മനാഭനും മീനാക്ഷിയും. അവർക്ക് എന്തും സ്വതന്ത്രമായി സംസാരിക്കാം. അപ്പോൾ കിളിക്കെന്തും സംസാരിക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്. മറ്റൊന്ന് ഈ കൃതിയെ കുറിച്ച് പറയുവാനുള്ളത്, നമുക്കറിയാം ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. ജവഹർ എന്ന് പറയുന്ന വാക്ക് രത്നമെന്നാണ് അതിന്റെ അർത്ഥം. രത്നത്തിന്റെ പ്രത്യേകത അത് ചതുരശ്ര ശോഭിയാണ്, എല്ലാ വശങ്ങളും ശോഭിക്കും, ചെറുതാണ്. മറ്റൊരു പദം മുക്തകം. ആ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് നൽകിയ, ലോകത്തിന് നൽകിയ സംഭാവനകളിൽ ഒന്നാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം, അതില് ഏതാണ്ട് ഒരു പാരഗ്രാഫ് തന്നെ പേജുകളോളം വരും. അതിലെ ഹിമാലയ പർവ്വതത്തെ വർണ്ണിക്കുന്ന രംഗമുണ്ട്. മഹാകവി കാളിദാസന്റെ കുമാരസംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഗദ്യത്തിലാക്കിയ വരികളാണ്. ആ വരികൾ അർത്ഥവത്തായി ഉൾക്കൊള്ളുന്ന ഓരോരുത്തർക്കും ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ തന്റെ പാദസ്പർശം ഏൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിക്കൊണ്ട് സഞ്ചരിക്കുവാൻ തോന്നും. അത്തരമൊരു രചനയുടെ വായനയിലാണ് ഞാൻ ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നഗ്നപാതനായി നടന്നത്. അതിപ്പോൾ ഞാൻ പറയുന്നത്, ഈ കൃതി ലാറ്റിൻ അമേരിക്കയിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടുത്തെ സംസ്കാരത്തെ കുറിച്ച്, സാഹിത്യത്തെ കുറിച്ച്, ഭൂപ്രകൃതിയെ കുറിച്ചൊന്നും നമുക്കറിവില്ല. പക്ഷെ നേരിട്ടറിവില്ല. നമ്മുടെ രാജ്യത്തിന് അവിടേക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കാലം മാറുകയും
പ്രവേശനം അനുവദിക്കുകയും ചെയ്ത ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ ഫെർഡിനാൻഡ് മെഗല്ലനെ അനുസ്മരിപ്പിക്കുന്ന വിധം, ഇബ്നു ബത്തൂത്തയെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇവിടെ നിന്ന് ഒരു സ്ത്രീ, അവിടെയാണ് ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു സ്ത്രീ, അബല എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീ ഇന്ന് അടുക്കളയിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നു. ഏറ്റവും കുറച്ചു നാളിന് മുമ്പ് അന്നപൂർണ എന്ന് പറയുന്ന ഒരു യുവതി എവറസ്റ്റ് കീഴടക്കിയിരുന്നു. അവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ ഞാൻ പോയിരുന്നു. ഒരു കാലില്ല അവർക്ക്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഈ എവറസ്റ്റിന്റെ മുകളിൽ കയറുവാൻ യത്നിക്കുകയും അത് സഫലമാക്കുകയും ചെയ്ത അവർ, അതിനുശേഷം ഇതൊരു അതീവ സാഹസിക യാത്രയല്ല എങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം തന്റെ അന്വേഷണ തൃഷ്ണ, താൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ അക്ഷരങ്ങളിൽ തന്റെ ഉൾപ്പുളകത്തോടെ അനുവാചകന്റെ ഹൃദയത്തിലേക്ക് ചെലുത്തുവാനും അതിന്റെ സ്വാധീനത്താൽ മാതൃകയായി ധാരാളം ആളുകൾ ഈ പുസ്തകം വായിച്ച് അന്വേഷണ തൃഷ്ണയോടെ നമ്മുടെ സംസ്കാരത്തെ സജീവമാക്കുവാനും സമ്പന്നമാക്കുവാനും ഇടയാകും എന്നുള്ളതിൽ തീർച്ചയാണ്. ലിബി പബ്ലിക്കേഷൻസ് ആണ് കോഴിക്കോട് എന്ന് പറയുന്ന പൈതൃക നഗരം, ലോകത്തിന്റെ സാഹിത്യ പൈതൃക നഗരത്തിൽ നിന്ന് അറേബ്യയുടെ സാംസ്കാരിക സാഹിത്യ തലസ്ഥാനമായ ഇവിടേക്ക് ഈ പുസ്തകം എത്തിച്ചത് ലിബി പബ്ലിക്കേഷനാണ്. അവരെ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു. എഴുത്തുകാരിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ കൃതി കൂടുതൽ സഞ്ചരിക്കും, അതീവ സാഹസികമായി സഞ്ചരിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. എന്നെ ശ്രവിച്ചവർക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. ഇഗ്വാസു വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങള് മരക്കാന സ്റ്റേഡിയം, എല്ലാവരെയും കോരിത്തെരിപ്പിക്കുന്ന ഒരിടമാണല്ലോ മെസ്സിയുടെ നാടായ അർജന്റീനയിലെ മരക്കാന സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിനകത്ത് കയറിയിരുന്ന് ഇന്റർവ്യൂ നടത്താൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു തന്നെ മനസ്സിലാക്കണം. എന്നെ പ്രകോപിക്കത്തക്കവണ്ണം പ്രകോപിക്കാവ് ചോദ്യം ചോദിച്ചു, ഇങ്ങനെ എന്താ ക്രൊയേഷ്യ ഒരു കളിയിൽ മെസ്സി തോറ്റു എന്ന് പറഞ്ഞ് അവരെന്നെ പ്രകോപിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് മെസ്സി തോറ്റു ഒന്നുമല്ല, മെസ്സി തോക്കൂല, നിങ്ങൾ വെറുതെ പറയാണ്. അങ്ങനെ ശരിക്കും വൈകാരികമായി അവിടെ പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ അവിടെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും വിശ്വപ്രസിദ്ധമായ മരക്കാന സ്റ്റേഡിയത്തില് ശബ്ദം മാറ്റിക്കൊണ്ടപ്പോൾ ഞാൻ ആത്മാർത്ഥമായും ദൈവത്തെ നമിച്ചു. ഞങ്ങളുടെ 44 പേരുള്ള വെന്നീസ് റോയൽ ടൂർസിന്റെ ഗ്രൂപ്പിൽ 44 പേരുണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമായി ഞാനത് കണക്കാക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ബ്ലോഗർ ബൈജു എം നായരായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. ഇത്രയും അപൂർവങ്ങളായ അനുഭവങ്ങളെ എഴുതി പിടിപ്പിച്ച ഈ പുസ്തകത്തിന് മറ്റൊരു മനോഹാരിത കൂടിയുണ്ട്. 3 ലോകാത്ഭുതങ്ങളാണ് ഈ പേരിലുള്ളത്. ഈ പേര് പലരും വായിച്ചിട്ട് മച്ചിപ്പിച്ച് കിച്ചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെന്ത് പേരാണെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറയാണ്, ഇതെന്താണ്? ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും ചോദിച്ചു, എന്തിട്ടാണ് ഈ മച്ചിപ്പിച്ചു എന്ന് മനസ്സിലാവണില്ലോ. മാച്ചുപ്പിച്ചു വലിയൊരു ലോകാത്ഭുതം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയും, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പർവ്വതമാണ് മാച്ചുപ്പിച്ചു. ഇനി ഈ പുസ്തകത്തിന് എങ്ങനെ പേരിട്ടു എന്നുള്ളത് അതിമനോഹരമാണ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുകയല്ല, ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ്. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ് ഈ പുസ്തകത്തിന്റെ പേരിൽ കൊണ്ടത്. ബഹുമാനപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കയ്യൊപ്പാണ് നമ്മളെ നയിക്കുന്നത്, ഈ കയ്യൊപ്പാണ് നമ്മളെ തെളിക്കുന്നത്. ഇനി ഈ പേരെങ്ങനെ വന്നു എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയത് ആമസോണിന്റെ ലഹരി എന്ന പേരിലാണ്. കാരണം ടൂർ ഗ്രൂപ്പുകാർ ഹൈലൈറ്റ് ചെയ്തത് ആമസോൺ വനങ്ങളും അനാക്കോണ്ടയെ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളുമൊക്കെയാണ് ടൂറിസ്റ്റ് ഗ്രൂപ്പുകാർ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ആമസോണിന്റെ ലഹരി എന്നാണ് ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയത്. ഫസ്റ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു, പിന്നെ പ്രൂഫ് റീഡിങ് അതും ഞാൻ തന്നെ ആദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നോ ഈ പേര് ഇതിന് യോജിക്കുന്നതല്ല, തീർച്ചയായും മറ്റൊരു പേര് കണ്ടെത്തിയേ പറ്റും. ഞാൻ അപ്പോഴും ആശ്രയിച്ചത് ദൈവത്തിൽ തന്നെയാണ്. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അച്ചായനെയും എൻ്റെ യേശുകർത്താവിനെയും സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, എന്തെഴുതണം നീ തന്നെ എനിക്ക് കാണിച്ചു തരണം. ഉറക്കത്തില്
അതിശയകരമായി ഇഗോസു വെള്ളച്ചാട്ടത്തിന്റെ അതിമനോഹരമായ കുതിപ്പുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സിനിമയിൽ അപ്രപാളികൾ എന്ന പോലെ വരികയാണ്. അപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തൊട്ടടുത്ത് വന്നും മാച്ചിപ്പിച്ചു എന്ന പർവ്വതം വരെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി വരികയാണ്. ഞാൻ വേഗം പുതപ്പൊക്കെ വലിച്ചു മാറ്റി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പേനയെടുത്തു. എഴുതിയത് ആമസോൺ മാച്ചിപ്പിച്ചു ഇഗോസു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കും, ഈ 3 ലോകാത്ഭുതങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കും എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എന്നോട് പറയുകയാണ്, ആമസോണിന്റെ പുത്രിയല്ല ഇഗ്വാസു എന്ന് ഞാൻ പറയുന്നു. ആര്? മാച്ചിപ്പിച്ചു. കാരണം ആമസോൺ എന്ന പർവ്വത നിര നമുക്ക് എല്ലാം അറിയാം. ലോകത്ത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഗ്രീൻ ഫോറസ്റ്റ്, മഴക്കാടുകൾ ആമസോൺ. ആ ആമസോണിന്റെ പുത്രിയാണ് ഇഗ്വാസു എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. പക്ഷെ അതല്ല, ഇഗ്വാസു നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ഇഗ്വാസു. അപ്പൊ ആമസോണിന്റെ ഭാഗമല്ല ഇഗ്വാസു എന്ന് പറയുന്നത് ആരാണ്? മറ്റൊരു പർവ്വതം, മാച്ചുപിച്ചു. അപ്പോ ഇത് തന്നെയാണ് ഏറ്റവും അങ്ങനെ ആമസോണിന്റെ പുത്രിയല്ല ഇഗ്വാസു എന്ന് മാച്ചുപിച്ചു എന്ന പർവ്വതം വെല്ലുവിളിച്ച് പറയുന്ന ഈ പേര് ആണ് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ മനോഹാരിത. മനസ്സിലാക്കാത്തവർക്ക് ഞാൻ പറയുകയാണ്, മാച്ചുപിച്ചു അല്ല ലോകത്തിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഒരു പർവ്വത നിരയാണ്. അതും ഞാൻ പറയാം, ഈ മാച്ചുപിച്ചു കീഴടക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം ടൂർ ഗൈഡ് തനു അവളെന്നോട് പറഞ്ഞു, മാഡത്തിന് ഇതിന്റെ മുകളിൽ വരെ കയറാൻ പറ്റുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്തു, കുറച്ച് കഴിയുമ്പോ അവിടെ ഇരുന്നോളൂ, ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോ മാഡത്തിനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരും, അവൾക്ക് ഒരു 37 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു, തരും, നീ മുകളിൽ കയറുമെങ്കിൽ ഞാനും കയറിയിരിക്കും. മാച്ചുപിച്ചു കീഴടക്കുക എന്നുള്ളത് എന്റെ ഒരു വെല്ലുവിളിയായി ഞാൻ കണക്കാക്കി മെല്ലെ മെല്ലെ ആമയും മുയലിന്റെ മത്സരങ്ങൾ നിങ്ങൾ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മുയൽ ഓടിപ്പോയെങ്കിലും മുയലിടക്കൊക്കെ കരച്ചു നിന്നു. പക്ഷെ ഈ ആമ മെല്ലെ മെല്ലെ സഞ്ചരിച്ച് മാച്ചുപിച്ചു കീഴടക്കി. ആ മാച്ചുപിച്ചു കീഴടക്കി അതിന്റെ മുകളിൽ നിന്ന് ഞാന് പതാക ഉയർത്തുന്ന പോലെ ഉയർത്തി പറഞ്ഞു, ഞാൻ നേടി. കാരണം ആ ഗ്രൂപ്പില് ഏറ്റവും അവശ്യായി എന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അവശ്യായി എന്നെ മാച്ചിപ്പിച്ചുവിന്റെ മുകളിൽ എത്തിച്ചത് മറ്റാരുമല്ല, മുൻമറിഞ്ഞു പോയ എന്റെ അച്ചായന്റെ ആത്മാവാണ്. എന്നെ ഓരോ യാത്രയിലും എന്നെ അനുയാത്ര ചെയ്യുന്ന എന്റെ അച്ചായന്റെ ആത്മാവാണ്. അതോടൊപ്പം തന്നെ യേശു എന്നെ മാറോട് ചേർത്ത്, ജീസസ് മൈ സ്വീറ്റ് ഹാർട്ട്, എന്നെ മാറോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ജീസസ്. അങ്ങനെ ആ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ മാച്ചിപ്പിച്ചു കീഴടക്കിയാൽ ഞാൻ എഴുതണ്ടേ ഈ വയസ്സായ കാലത്ത്? അത് തന്നെയും പറയുന്നത്, ഈ വയസ്സായ കാലത്ത് ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സഞ്ചാരവും ജീവിത സുഖങ്ങളും പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ല. ജീവിത സായാഹ്നത്തിലും ജീവിതം തന്റെ പങ്കാളിയോടൊപ്പം ആസ്വദിക്കുവാൻ ഓരോ കുടുംബിനിക്കും അവകാശമുണ്ട്. മിക്കവാറും കുടുംബങ്ങളിൽ ഭർത്താക്കന്മാര് പോകും, ഭാര്യമാര് അടുക്കളയിൽ പാചകം, മക്കളെ വളർത്തൽ തൊഴിലായിട്ടിരിക്കും. പക്ഷേ ജീവിത സായാഹ്നത്തിൽ മക്കളെല്ലാം പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും മാത്രമാണ് തുണയുള്ളത്. അപ്പോഴെങ്കിലും അവർ ഒന്നിച്ച് കൈകോർത്ത് നടക്കണം എന്നാണ് എൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ പറയുന്നത്. ചെറുപ്പകാലത്ത് ആണായാലും പെണ്ണായാലും ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ പലതും മറന്നുപോലെ അഭിനയിച്ചും ജീവിക്കും. പക്ഷേ ജീവിത സായാഹ്നത്തില് ജീവിത പങ്കാളി തന്നെയാണ്, പ്രത്യേകിച്ച് പുരുഷന് ജീവിത പങ്കാളി തന്നെയാണ് കരുത്ത് എന്ന് ഈ പുസ്തകത്തിലൂടെ ഞാൻ തെളിയിക്കുകയാണ്. മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയാം. ഇത് മലയാള സാഹിത്യത്തിലെ നിരൂപകൻ തോമസ് മൂന്നാനപ്പള്ളി സാർ പറഞ്ഞത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഇങ്ങനെ ഒരു കൃതി ഇതം പ്രഥമമാണ്. സഞ്ചാര നോവൽ യാത്രാ വിവരണം ഞാനും വായിച്ചിട്ടുണ്ട്, നിങ്ങളും ധാരാളം വായിച്ചിട്ടുണ്ട്, നോവലുകൾ നിങ്ങളും ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു യാത്രാ വിവരണം നോവൽ രൂപത്തിൽ എഴുതുക എന്നുള്ളത് ഈ സങ്കര സൃഷ്ടി, ഇത് ഇതം പ്രഥമമായ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും ഈ പുസ്തകത്തെ കുറിച്ച് ലോകത്തോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ ജീവിത സായാഹ്നത്തിൽ ഒരുമിച്ചിരുന്ന് വായിച്ച് ആസ്വദിക്കണം. അതുപോലെ യുവാക്കൾ ഇത് വായിച്ചിട്ട് ഇതുപോലെയുള്ള സ്വപ്ന ലോകങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾ ഒരു ചെറിയ തുക മാറ്റിവെക്കണം. അനുദിനം അതല്ലെങ്കിൽ ഓരോ മാസം ശമ്പളം കിട്ടുമ്പോൾ ഭണ്ണാരത്തിലിടുന്നത് പോലെ കുറച്ച് പണം മാറ്റിവെക്കണം. ജീവിതം ആഘോഷമാക്കണം, പക്ഷേ ആഘോഷം ജീവിതം
ആഘോഷമാക്കണം. പക്ഷെ ആഘോഷം ജീവിതമാക്കണം. ആഘോഷം ജീവിതമാക്കുമ്പോഴാണ് നമ്മുടെ സമ്പാദ്യം മുഴുവനും തീർന്ന് നമ്മുടെ പോക്കറ്റ് കാര്യമാവുന്നത്. ഇപ്പൊ ജീവിതം ആസ്വദിക്കണമെങ്കിൽ, ജീവിതമെന്ന യാത്ര ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ധനസമ്പാദനം കൂടി ആവശ്യമാണ്. അതിനുള്ള മാർഗവും കണ്ടെത്തണം. ഈ ജീവിതം, ഈ ജന്മം ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്. ഓരോ മനുഷ്യനും ദൈവം തരുന്ന സമ്മാനമാണ് ജീവിതം. അത് അർത്ഥവത്തായി ജീവിക്കുവാൻ നമുക്ക് തീർച്ചയായും പണം ആവശ്യമാണ്, സ്വാതന്ത്ര്യം ആവശ്യമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് ആത്മധൈര്യവും വേണം. എന്റെ അറിവിൽ എന്റെ ബന്ധുക്കളിൽ പലരും, എന്റെ സഹോദരിമാർ പോലും എന്നേക്കാൾ 3 ഇരട്ടി റിച്ചാണ്, കോടികളുള്ളവരാണ്. പക്ഷെ എന്നാലും കേരളം വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. കോടികൾ ഇങ്ങനെ പല ബാങ്കുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ യാത്രകൾ പോകണം. കാരണം ഓരോ യാത്രയും ഓരോ പാഠപുസ്തകങ്ങളാണ്. ഓരോ യാത്രയും നമ്മുടെ ജീവിതത്തിലെ ഓരോ അധ്യായങ്ങളാണ്. ആ അധ്യായത്തിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ട്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടാൽ മാത്രം പോരാ, നമുക്ക് ലഭിച്ചാൽ മാത്രം പോരാ, അത് പകർന്നു കൊടുക്കാനുള്ളൊരു മനസ്സ് കൂടി ഉണ്ടാകണം. അതാണ് ഈ പുസ്തകത്തിന്റെ രചനയിലെ എന്നെ പ്രേരിപ്പിച്ച കാര്യം. ഞാൻ കണ്ടു, ഞാൻ ആസ്വദിച്ചു, ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇത് ലോകമറിയണം.